ചില പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളെ വല്ലാണ്ട് സ്നേഹിച്ച് പറ്റിച്ച് അവരെ പരമാവധി പിഴിഞ്ഞ് യൂസാക്കി അങ്ങ് കളയും. എന്നിട്ട് അടുത്തതിലേക്ക് തേടിപ്പോവും. ഇങ്ങനെയുള്ളവർ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കലായിരിക്കും. ഭയങ്കരമെന്ന് വെച്ചാൽ അവരിലെ അഡിക്ഷനാക്കി വെച്ചിട്ട് പോവും. എനിക്കറിയാം അങ്ങനെയുള്ള പെണ്ണുങ്ങളെ. അഡിക്ഷൻ എന്ന് വെച്ചാൽ ആ ആണുങ്ങൾക്ക് പിന്നെ വേറൊരു പെണ്ണിനെ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് നമ്മൾ ഓരോ കഥകൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് തിരിച്ചടി കിട്ടിയിരിക്കും, അത് ഷുവറാണ്. അതുപോലെ തന്നെ കാണിക്കുന്ന ആണുങ്ങളുമുണ്ട്. ദയവേത് ഇതുപോലെ ഞാൻ ലൈഫ് മൊത്തം കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് കൊടുത്തിട്ട് ഒറ്റ പോക്കായിരിക്കും. നിങ്ങൾ ഫ്രണ്ട്ലി ആണെങ്കിൽ ഫ്രണ്ട്ലി പോവുക. അവരെ മുഖത്ത് നോക്കി പറയുക, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ നിങ്ങളോടുള്ളൂ, ഫിസിക്കൽ റിലേഷൻഷിപ്പിന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ ഞാൻ മുന്നോട്ടില്ല എന്ന് അന്തസ്സോടുകൂടി പറയുക. അപ്പോൾ ആ പെണ്ണപ്പോൾ പറയുമല്ലോ, ഒരു തീരുമാനം എടുക്കുമല്ലോ. ഓക്കെ ശരി, നമുക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രം മതി, മെൻ്റലി നമുക്ക് വേണ്ട എന്ന് ആ പെണ്ണ് തുറന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, അവൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് താല്പര്യമില്ല, എനിക്ക് മെൻ്റലി ഉള്ള ഒരാളോട് എനിക്ക് താല്പര്യമുള്ളൂ എങ്കിൽ അവൾ തീർച്ചയായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് നിൽക്കില്ല. കാരണം അവൾ മെൻ്റലി ഒരാളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കപ്പെടുന്ന പെണ്ണായിരിക്കാം. അപ്പോൾ അവൾ ഒരിക്കലും ഫിസിക്കൽ റിലേഷനിലേക്ക് പോവില്ല. അവൾ മെൻ്റലി സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേ നിൽക്കുള്ളൂ. നിങ്ങൾ വെറുതെ ചീറ്റ് ചെയ്ത് അവരെ അതിലേക്ക് വലിച്ചിഴക്കാണ്ടിരിക്കുക നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ഇരിക്കില്ല. പലരും അത് പുറത്ത് പറയില്ല, കരഞ്ഞ് നിലവിളിക്കില്ല. പക്ഷെങ്കിൽ അവരുടെ ചങ്ക് നിറയുന്നത് ഈശ്വരൻ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ മുകളിലുണ്ടെന്നുള്ള ഓർമ്മ നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും വേണം, ആരെ ചീറ്റ് ചെയ്യുമ്പോഴും. നമ്മൾ ആർക്കും വേണ്ടാത്ത വാക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ പഠിക്കുക. പിന്നെ കൂടുതൽ ആൺപിള്ളേർ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ ഫോളോ ചെയ്താണ് നടക്കുന്നത്, അവർക്ക് യൂസാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞവരെ ഓർക്കുക, നിങ്ങളെ യൂസാക്കാൻ വരുന്നത് ആര് എന്തായാലും ശരി, പിന്നെ നല്ല ഡോസ് അങ്ങ് കൊടുത്തു വിടുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്താക്കുക, നിങ്ങളെ ഭർത്താവായിരിക്കുമല്ലോ നിങ്ങൾക്ക് ചിലവിന് തരുന്നതും എല്ലാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് തന്നില്ല എങ്കിൽ ഓക്കെ, നിങ്ങളെ ഭർത്താവ് തരുന്നുണ്ട് നിങ്ങൾക്ക്. ഞാനിതിന് മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മെൻ്റലി സപ്പോർട്ട് ഫിസിക്കൽ സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ ആവശ്യമില്ല. തിരിച്ച് ഗെറ്റ് അടിച്ച് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഓരോ പെണ്ണുങ്ങളും നമ്മൾ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യണം. മനസ്സിലായോ? നമ്മൾ വാടച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ ഇവർ ബാക്കടിച്ച് പോവുള്ളൂ. തുറന്ന് തന്നെ പറയണം, എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രമേ വേണ്ടുള്ളെങ്കിൽ അതും പറയാം. മെൻ്റലി ഫിസിക്കലി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ശരി, എനിക്ക് നിങ്ങളോട് മെൻ്റലി ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിക്കലി തോന്നുള്ളൂ എന്നും. മെൻ്റലി ഉണ്ടെങ്കിൽ മാത്രമേ പല പെണ്ണുങ്ങൾക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പിന് തോന്നുള്ളൂ. അല്ലാണ്ട് ചാടിക്കയറി നിങ്ങൾ ആണുങ്ങളെ മാതിരി അവിടെ നിൽക്കുന്ന പെണ്ണിനോടും തോന്നും, ഇവിടെ നിൽക്കുന്ന പെണ്ണിനോടും തോന്നും, മുകളിൽ നിൽക്കുന്ന പെണ്ണിനോടും തോന്നും, അപ്പുറത്ത് നിൽക്കുന്ന പെണ്ണിനോടും തോന്നും. ഇതല്ല പെണ്ണുങ്ങൾ. നിങ്ങളുടെ ഹോർമോൺ വേറെയാണ്, പെണ്ണുങ്ങളുടെ ഹോർമോൺ വേറെയാണ്. പെണ്ണുങ്ങൾ കൂടുതലും മെൻ്റലി സ്നേഹിക്കുന്ന ഒരാണിനോടായിരിക്കാം അവർക്ക് എപ്പോഴും ഫിസിക്കൽ റിലേഷൻഷിപ്പ് തോന്നുക, അല്ലാത്ത ഒരാണിനോടും തോന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് വീട്ടിൽ ചിലവിന് ചോദിച്ചു നോക്ക് ഉമ്മാരോടൊക്കെ. ഉമ്മാർ വലിയ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വരുന്നുണ്ടല്ലോ, തരുന്നുണ്ടോ എന്നറിയാമല്ലോ. ഒരു 5 ഉപകാരം ഇല്ലാത്ത നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഒരു പെണ്ണിനെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് കൂട്ടുന്നത്? നിങ്ങൾക്ക് ആ പെണ്ണിനെ കൈകോർത്ത് കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ അതിലൊക്കെ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുക.